എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മലബാർ സ്പെഷ്യലായ കായപ്പുളയാണ്. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. പിന്നെ ഒരു 7-8 കിസ്മിസും 7-10 കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഏലക്ക പൊടിച്ചതാണ്. പിന്നെ 3 മുട്ട വേണം. ഒരു 2-3 സ്പൂൺ നെയ്യ് വേണം. പിന്നെ 1/2 കപ്പ് പാല് വേണം. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇവിടെ ചൂടായിട്ടുണ്ട്. എടുത്തു വച്ചിരിക്കുന്ന കിസ്മിസും കാഷ്നട്ടും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് ഫ്രൈ ആയി കിട്ടണം. ഇതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് കോരി മാറ്റാം. എടുത്തു വച്ചിരിക്കുന്ന പഴം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഇവിടെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുക. അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളുടെ കായപ്പോളയ്ക്ക് ആവശ്യമായ പഴമെല്ലാം നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. ഇത് ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കായപ്പോളയ്ക്ക് ആവശ്യമായ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട ഇവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഫ്രൈ ആക്കിയ പഴം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഏലക്ക പൊടിച്ചതാണ്, അതുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് അളവിൽ ഉപ്പാണ്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. പിന്നെ വേണ്ടത് 1/2 കപ്പ് അളവ് പാലാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ ക്രിസ്പിയാണ്. പിന്നെ വേണ്ടത് 1/2 കപ്പ് അളവിൽ തേങ്ങയാണ്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ കായപ്പോളയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. പാത്രത്തിൽ ഇതുപോലെ നെയ്യെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കായപ്പോളയുടെ മിക്സ് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഒരു സ്പൂണ് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 20-25 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മളുടെ കായപ്പോളയുടെ മറുവശം നല്ല കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂട് കട്ടിയുള്ള പാത്രം വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം.
നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതുപോലെ ഒരു നൈഫോ ഫോർക്കോ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കായപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കായ്പോള എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇതാ നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.